ഗുഡ് ഈവനിങ് ഡിയർ ഡോക്ടേഴ്സ്. കഴിഞ്ഞ ദിവസം ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC സിലബസിനെ കുറിച്ചും എന്നായിരിക്കും PSC വിളിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും പഠിച്ചു തുടങ്ങുവാനുള്ള ഒരു പ്രചോദനം ആ ടോക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയൊരു മത്സരം ഇപ്പോൾ കേരള PSC ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലുണ്ട്. ഏകദേശം 6000-ഓളം 5500-നും 6000-നും ഇടയിൽ കാൻഡിഡേറ്റ്സ് പരീക്ഷ എഴുതാനുണ്ടാകും. അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ചാണ് 124 പേരാണ് മെയിൻ ലിസ്റ്റിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ കാലങ്ങളിൽ 200-നും 250-നും ഇടയിൽ മാക്സിമം 250 പേരൊക്കെയാണ് ലിസ്റ്റിലുണ്ടായിട്ടുള്ളത്. പക്ഷേ അത്രയും പേരെയൊന്നും PSC എടുത്തിട്ടുമില്ല. അപ്പോൾ ഒരു 100-125 റാങ്കിനകത്ത് വന്നാൽ മാത്രമേ നിയമനം ലഭിക്കാനുള്ള സാധ്യതകളുള്ളൂ. പുതിയ ഡിസ്പെൻസറികൾ അധികമായിട്ടുണ്ടാകാനുള്ള സാധ്യത ഇനിയുള്ള സാഹചര്യങ്ങളിൽ കുറവാണ്. റിട്ടയർമെൻറ്റ് ഒരു വർഷം ശരാശരി ഒരു 25-നും 30-നും ഇടയിൽ റിട്ടയർമെൻറ്റാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു 3 വർഷക്കാലത്തെ അല്ലെങ്കിൽ 4 വർഷക്കാലത്തെ പോസ്റ്റുകൾ എല്ലാം കൂടി ചേർന്നാലും 100-നും 150-നും ഇടയിൽ പോസ്റ്റുകളാണ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാം. ചിലപ്പോൾ കാര്യമായ ഒരു മാറ്റം തന്നെ സംഭവിക്കാം. പക്ഷേ അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിലേക്കുള്ള മത്സരം തീർച്ചയായിട്ടും കടുത്തതാണ്. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യകാലം മുതൽ 1, 2, 3 വർഷക്കാലം വളരെ കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കടന്നുകൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കുക. PG പഠിക്കുന്നവർക്കും PGക്ക് വേണ്ടി ഉന്നത റാങ്ക് നേടി PG അഡ്മിഷൻ നേടുന്നവർക്കും മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കയറിപ്പറ്റുവാൻ കുറച്ചുകൂടി ഈസിയാണ്. കാര്യം അവരൊരു പഠിക്കുന്ന മൂഡിലായതുകൊണ്ടും പഠിക്കുവാൻ കമ്പൈൻ സ്റ്റഡി പോലുള്ള പഠന രീതികൾ പ്രയോഗിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ടുമൊക്കെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏതായാലും സക്സസ് ഹോമിയോപ്പതി അക്കാഡമി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇപ്രാവശ്യവും ഡോക്ടർമാരെ മുൻകൂട്ടി അതിനുള്ള മെഡിക്കൽ ഓഫീസർ തസ്തികയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. സക്സസിൻ്റെ വിവിധ ഗ്രൂപ്പുകളിലായിട്ട് 3000-ഓളം 3000-നും 4000-നും ഇടയിൽ ഡോക്ടർമാർ PSCക്ക് വേണ്ടി പഠിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പെയ്ഡ് ക്ലാസ്സുകളിലേക്കും ധാരാളം ഡോക്ടർമാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെയ്ഡ് ക്ലാസ്സുകൾക്കൊപ്പം മറ്റ് പല PDF നോട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉന്നത റാങ്കുകൾ നേടിയ ഡോക്ടർമാർ അവരുടെ പഠന രീതികൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇടയ്ക്കൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മോട്ടിവേഷൻ ക്ലാസ് ഇന്ന് രാത്രി, അതായത് മെയ് 17 രാത്രി 8 മണിക്ക് ഡോക്ടർ N. സമീന, കഴിഞ്ഞ 2023 പരീക്ഷ നടന്ന PSCയിൽ ആദ്യ റാങ്കുകളിൽ വന്ന ഡോക്ടർ സമീനയുടെ PSCയിലേക്കുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. കേൾക്കുവാൻ താല്പര്യമുള്ള മുഴുവൻ ഡോക്ടർമാരെയും നമ്മൾ ആ ഓൺലൈൻ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്ത രീതികൾ നമ്മൾ അതേ രീതിയിൽ പിന്തുടരുക എന്നുള്ളതല്ല, എങ്കിലും അതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടർ സമീനയുടെ വാക്കുകൾ നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യും എന്ന വിശ്വാസത്തിൽ എല്ലാവരെയും
ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന ആ ഇൻസ്പിരേഷൻ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ.